കേരളപുരം ഇടവട്ടം പൂജപ്പുര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ സപ്താഹയജ്ഞം ശനിയാഴ്ച ആരംഭിക്കും. സ്കന്ദഷഷ്ഠി ഉത്സവവും ശനിയാഴ്ച തുടങ്ങുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കേരളപുരം ഇടവട്ടം പൂജപ്പുര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ സപ്താഹയജ്ഞത്തിനും സ്കന്ദഷഷ്ഠി ഉത്സവത്തിനും ശനിയാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വൈകിട്ട് 7-ന് NSS താലൂക്ക് യൂണിയൻ ചെയർമാൻ ആദിക്കാട് ഗിരീഷ് യജ്ഞത്തിന് ഭദ്രദീപം തെളിക്കും. കുഴിയം ശക്തിപാത അദ്വൈതാശ്രമം സ്വാമി നിദിവ്യാനന്ദപുരി പ്രസംഗിക്കും. യജ്ഞാചാര്യൻ സതീഷ് ചന്ദ്രൻ കൃഷ്ണായനം ഭാഗവത മാഹാത്മ്യ പ്രഭാഷണം നടത്തും. 19-ന് വൈകിട്ട് 6:15-ന് തന്ത്രി മുടപ്പിലാപ്പള്ളി മഠം നീലകണ്ഠ ഭട്ടതിരി യജ്ഞശാലയിൽ ഭദ്രദീപ പ്രതിഷ്ഠ നടത്തും. 23-ന് രുക്മിണി സ്വയംവരം സർവൈശ്വര്യ പൂജ, 24-ന് നവഗ്രഹ പൂജ, കുചേലോപാഖ്യാനം എന്നിവ നടക്കും. 25-ന് അവഭൃത സ്നാനഘോഷയാത്രയോടെ യജ്ഞം സമാപിക്കും. 27-ന് ഉച്ചയ്ക്ക് 12:30-ന് കലശാഭിഷേകം, ഷഷ്ഠി പൂജ, വൈകിട്ട് താലപ്പൊലിയും ചമയവിളക്കും എന്നിവയുണ്ടാകും. യജ്ഞത്തിനുള്ള ഒരുക്കം പൂർത്തിയായതായി ഇടവട്ടം വിനോദ, വിജയകുമാരൻ ഉണ്ണിത്താൻ, ശശീന്ദ്രപ്രസാദ്, വിജയൻ പിള്ള, വിജയൻ നായർ, വി അഭിലാഷ്, സുനിൽകുമാർ എന്നിവർ അറിയിച്ചു. സ്കന്ദഷഷ്ഠി ദിവസം ഏകദേശം 30,000-ഓളം പട്ടച്ചോറുകളാണ് ക്ഷേത്രത്തിൽ റെഡിയാകുന്നത്. ഇത് 25-ൽ പരം തിരുമേനിമാരുടെ കൂട്ടായ്മ പ്രവർത്തനത്തിലാണ് ഇത് നടത്തപ്പെടുന്നത്. ഇതുപോലെ തന്നെ ഇതിനുള്ള എല്ലാവിധ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടുന്ന എല്ലാവിധ ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളും ക്ഷേത്രത്തിൽ നടത്തിക്കഴിഞ്ഞു. ഇതിന് പത്രമാധ്യമ ദൃശ്യമാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നുള്ള എല്ലാവിധ പിന്തുണയും ഈ പരിപാടിക്കുണ്ടാകണം. നമ്മളെല്ലാവരും ദൃശ്യമാധ്യമങ്ങളിലുമെല്ലാം ഇത് വന്ന് കൊടുത്തുകൊണ്ട് ഇത് ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കുവാൻ, ക്ഷേത്രത്തിൻ്റെ മഹിമ ഇപ്പോൾ തന്നെ നമുക്കറിയാം. ക്ഷേത്രം ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരെ ആൾക്കാർ പൂജപ്പുര ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയാണ്. കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് അമ്പലത്തിലേക്ക് ആൾക്കാർ എത്തിച്ചേരുന്നൊരവസ്ഥയിലേക്ക് ഒരു മഹാക്ഷേത്രമായി പൂജപ്പുര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ സങ്കേതം മാറിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.